എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ച തുടങ്ങി. അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ ഗതി എന്തായിരിക്കും? ഈ വർഷം തീരാനായിട്ട് ഏകദേശം ഒരു മാസം ഉള്ളൂ. അപ്പോൾ പുതിയ വർഷം തുടങ്ങുകയാണ് 30 ദിവസത്തിന് ശേഷം. അപ്പോൾ മാർക്കറ്റിന് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ കഴിഞ്ഞ ഒരു 10 ഡിസംബർ മാസങ്ങൾ എടുത്താൽ അവിടെയെല്ലാം മാർക്കറ്റിന് എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും നിഫ്റ്റിയുടെ ആ ലെവൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിച്ച് പോകാം. അപ്പോൾ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷനിലെ ചില ലെവൽസ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. അവസാനത്തെ 10 വർഷത്തെ ഡിസംബർ മാസ കാലയളവിലുള്ള നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര ഓഹരി വിപണിയുടെ പ്രകടന ചരിത്രം കണക്കിലെടുത്താൽ ഏറിയ തവണയും അത് മുന്നേറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഏകദേശം 10 ഡിസംബർ എടുത്തു നോക്കിയാൽ അതിൽ 6 ഡിസംബറിലും നിഫ്റ്റി നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് വർഷ അവസാനമായതിനാൽ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ സജീവമായ ഒരു കാലയളവായിരുന്നു കഴിഞ്ഞ എല്ലാ ഡിസംബറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ 8 ഡിസംബറിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതേസമയം 6 തവണ മാത്രമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങലുകാരുടെ റോളിൽ തിളങ്ങിയത്. നമുക്കത് വിശദമായിട്ടൊന്ന് നോക്കാം. ഡാറ്റ, അതായത് ഇങ്ങനെയുള്ള ഓരോ വർഷത്തിലെ പ്രത്യേക സമയങ്ങളിൽ വിപണിയിൽ ആവർത്തിച്ച് പ്രകടമാകുന്ന പാറ്റേണുകളെയോ ട്രെൻഡുകളെയോ സൂചിപ്പിക്കുന്നതിനായാണ് സീസണാലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രെൻഡിന് കീഴിൽ വരുന്ന ഒരു പഠന വിഭാഗമാണിത്. ഇത്തരത്തിൽ മുൻകാല പാറ്റേണുകളെ കുറിച്ച് പഠിക്കുന്നതിലൂടെ വിപണിയിൽ സംഭവിക്കാവുന്ന നീക്കങ്ങളെ കുറച്ചുകൂടി നമുക്ക് ധാരണയോടുകൂടി മനസ്സിലാക്കാനും അതിനെ കൂടുതൽ കൃത്യതയോടെ നിക്ഷേപ സംബന്ധമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും ഇങ്ങനത്തെ ഡാറ്റ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് വിപണിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുന്നതിലൂടെ ഒരു സംഗതിയോട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഇവൻറ്റിനോട് വിപണി എങ്ങനെ പ്രതികരിക്കാമെന്ന് മുൻകൂട്ടിയുള്ള ഒരു ചെറിയ ധാരണ, വലുതല്ല, 100% ഒന്നും ഇതിൽ സക്സസ് ആവില്ല, എന്നാലും നമുക്ക് ചെറിയൊരു ധാരണ കൈവരിക്കാൻ ട്രേഡർമാർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കഴിയുമെന്നാണ് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ കാണാനായിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ 10 വർഷത്തെ ഡിസംബർ നമ്മൾ രേഖപ്പെടുത്തിയിട്ട് നിഫ്റ്റി സൂചിയുടെ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സൂചനകൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ, അതായത് FIIs അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റി കഴിഞ്ഞ 10 വർഷങ്ങളിൽ 6 ഡിസംബർ മാസങ്ങളിലും നേട്ടത്തോടെയാണ് വ്യാപാരം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 8% മുന്നേറ്റം കാഴ്ചവെച്ച ഡിസംബർ മാസമുണ്ട്. അത് 2023 ഡിസംബർ മാസമാണ്. നേട്ടക്കണക്കിൽ മുന്നിലുള്ളത് അതാണ് 2023 ഡിസംബർ. അന്ന് വിദേശ നിക്ഷേപർ വൻതോതിലാണ് ഓഹരികൾ വാങ്ങിക്കൂട്ടിയത്. നിഫ്റ്റി സൂചികയിൽ ഒരു റെക്കോർഡ് നേട്ടം കൈവരിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നമ്മൾ മറ്റുള്ള വർഷങ്ങൾ എടുത്തു നോക്കിയാലും 2015, 2017, 2019, 2020, 2021 ഈ വർഷങ്ങളിൽ നിഫ്റ്റി പോസിറ്റീവ് ട്രെൻഡാണ്, അതായത് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ട്. അതേസമയം നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത വർഷങ്ങൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2014, 2016, 2018, 2022 വർഷങ്ങളിൽ അത് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ 3% വരെ നഷ്ടം നേരിട്ട വർഷങ്ങളുണ്ട്. അത് 2014 2022 ഡിസംബർ മാസങ്ങളിലാണ് അത് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഓഹരികൾ ഇപ്പോൾ അടുത്ത കാലത്ത് മേടിച്ചത് 2023 ഡിസംബറിലാണ്. അത് 66,135 കോടിയാണ് അവർ ഏകദേശം മേടിച്ചിട്ടുള്ളത്. അതുകൂടാതെ 2020 അവർ 62,016 കോടിയുടെ ഓഹരികളാണ് വാങ്ങിയത്. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ വിറ്റ ആ വർഷം 2021 ഡിസംബറിലാണ്. അന്ന് ഏകദേശം 19,026 കോടിയുടെ ഓഹരികളാണ് അവർ വിറ്റൊഴിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഡാറ്റ നമുക്ക് പുരാതനമായാൽ വളരെ
വളരെ പഴയ ഡാറ്റ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ അന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് DIAസും ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റിൻ്റെ ഗതിവിധികളാകെ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ റീറ്റെയിൽ നിക്ഷേപകർ മാർക്കറ്റിലേക്ക് ഓരോ മാസം തോറും പുതിയ പുതിയ അക്കൗണ്ടുകൾ ഓപ്പൺ ആക്കിയിട്ട് വരികയാണ്. അപ്പോൾ പഴയ ഈ ഡാറ്റയ്ക്ക് അധികം പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം പുതിയ പുതിയ നിക്ഷേപകർ അവരുടെ ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡാറ്റയ്ക്ക് മാറ്റം വരും. ഇനി നമുക്ക് ഇപ്രാവശ്യം എന്ത് നടക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിപണിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊരു നെഗറ്റീവ് ട്രെൻഡായിരുന്നു നമുക്ക്. അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഡെറിവേറ്റീവിൻ്റെ റോൾ ഓവറിൻ്റെ ഡാറ്റ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ മറ്റ് വ്യത്യസ്തമായ ഒരു പിക്ചർ കിട്ടുന്നത്. അതായത് ഡിസംബർ മാസത്തിലേക്കുള്ള നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ റോൾ ഓവർ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 79% ആണ്. ഇത് നവംബർ മാസത്തിനേക്കാളും വളരെ കൂടുതലാണ്. കൂടാതെ കഴിഞ്ഞ 6 മാസത്തെ ശരാശരി റോൾ ഓവർ ഡാറ്റ എടുത്തു നോക്കിയാലും അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മീൻ ചെയ്യാൻ അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ ട്രേഡേഴ്സ് അവരുടെ ഹെഡ്ജിങ് പൊസിഷൻസ് നീട്ടി കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഇത് കാണുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ഡാറ്റ തന്നെയാണ് പ്രതീക്ഷിച്ചെങ്കിലും ഭാവിയിൽ ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഈ റോൾ ഓവറിൻ്റെ ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകൾ. നമ്മളിപ്പോൾ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ലൈൻ നമ്മൾ ഏകദേശം നിഫ്റ്റിയുടെ മുകളിലത്തെ ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 24,500 ആ 24,500 മുകളിൽ നല്ലതായിട്ട് ക്ലോസിങ് നടന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. ആ മൊമെൻറ്റം നമുക്ക് ഏകദേശം 25,200 വരെയെങ്കിലും നമുക്ക് കിട്ടും. ഏകദേശം അത്ര വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. പക്ഷെ താഴേക്കുള്ള ലെവൽസ് നമ്മൾ ഈ താഴെ കാണുന്ന ഈ ലെവല് ഇതാണ് താഴേക്കുള്ളത്. അതായത് 23 ഏകദേശം 300 ആ റേഞ്ച് അതിൽ താഴെ. കാരണം അവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്, നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും സപ്പോർട്ട് സോൺ. അപ്പോൾ അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി വീണ്ടും താഴേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നിഫ്റ്റിയുടെ ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ചാർട്ട് വെച്ചിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഡിസംബറിൽ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ 10 ഡിസംബർ മാസം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ളൊരു ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഈ ലെവൽസും ഈ ഡാറ്റ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം സക്സസ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഡാറ്റകൾ പരിശോധിച്ച് ഒരു അനലൈസേഷനിൽ എത്തുക നിങ്ങളെല്ലാവരും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.